നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഗോതമ്പ് കൊണ്ട് അപ്പം ഉണ്ടാക്കാം. സാധാരണ നമ്മൾ അരിയും കൊണ്ടുണ്ടാക്കത്തില്ലേ, അതേപോലെ തന്നെ നമുക്ക് ഗോതമ്പ് കൊണ്ട് നല്ല മുരിഞ്ഞ അപ്പം ഉണ്ടാക്കാം. അതോടൊപ്പം തന്നെ ഒരു ചിക്കൻ കറിയും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. രാവിലെയൊക്കെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിലുള്ള ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അവലാണ്. അവൽ നനച്ച് വെച്ചിരിക്കുന്ന അവൽ 1/2 കപ്പാണ് ഞാൻ എടുത്തത്. അതും കൂടെ ചേർത്തിട്ട് 1/2 കപ്പ് തേങ്ങ കൂടെ ചേർത്തിട്ട് ഇനി അതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 1 സ്പൂണും പഞ്ചസാര 1 സ്പൂണും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം അതൊന്ന് അടിച്ചെടുക്കണം. അത് അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും കുറച്ചുകൂടെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുത്തതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അതായത് മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം കൂടെ വെള്ളം ഒഴിച്ച് അതിനകത്ത് ഒഴിച്ചതിന് ശേഷം അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ആ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൂട്ടുകാർ, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ തയ്യാറാക്കുന്നതിന് 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു വലിയ സ്പൂൺ തന്നെ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല ഇത്രയും കൂടെ ചേർത്തിട്ട് ഇനി അതിലേക്ക് 2 വലിയ സ്പൂൺ അളവിലുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ. അതിനുശേഷം അതൊരു 10 മിനിറ്റ് വെക്കാം. ഇനി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അല്പം പെരിഞ്ജീരകം നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ സ്ലൈസായിട്ട് കട്ട് ചെയ്തത് അതൊന്ന് നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ ഈ സമയത്ത് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത്, 2 പച്ചമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് വാടി വരുമ്പോഴേക്കും ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് ഏകദേശം ഒരു 1/4 സ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1.25 സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി അത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതായത് കുരുമുളക് പൊടിയാണ്. ഒരു വലിയ സ്പൂൺ അളവിലുള്ള കുരുമുളക് പൊടി ചേർത്തിട്ട് അതിലേക്ക് ഞാൻ 1 സ്പൂൺ അളവിലുള്ള ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതായത് ഈ ഉള്ളിയും തക്കാളിയും ഒന്ന് നന്നായി വെന്ത് വരാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നത് അടച്ചു വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ആ ചിക്കൻ ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല, ആവശ്യത്തിന് ഉപ്പുണ്ട്. അതുകൊണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കത് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അങ്ങനെ ചിക്കൻ വെന്തിട്ടുണ്ട്. കണ്ടല്ലോ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ. ഇതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ച് നേരം കാഷ്യൂ പേസ്റ്റ് ഒരു 15 കാഷ്യൂ ചൂടുവെള്ളത്തിലിട്ട് ഞാൻ അരച്ചെടുത്തതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മാവൊന്ന് നോക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ തവയിലേക്ക് നോർമലി നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാം. കണ്ടല്ലോ, നല്ല ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. സാധാരണ നമ്മളപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. കണ്ടല്ലോ, ഇതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നല്ലവണ്ണം മുരിയാറായിട്ടുണ്ട്. അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ തുറന്ന് നോക്കാം. കണ്ടല്ലോ, ഇപ്പം നന്നായിട്ട് എല്ലാ സൈഡും മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാത്രത്തിൽ നിന്ന് എടുത്തു കൊടുക്കാം. ഇതേപോലെ നമുക്ക് എടുത്തു കൊടുക്കാം.
കണ്ടല്ലോ, അങ്ങനെ ഞാൻ എല്ലാ അപ്പവും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതേപോലെ ചിക്കൻ കറി ഇതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയറും കൂടെ ചെയ്യണം കേട്ടോ.